ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ നമ്മുടെ 3 അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ടും സ്പോർട്സ് കോട്ടയിലൂടെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്കും വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ hscap.kerala.gov.in എന്ന സൈറ്റിൽ ഇവിടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്കോർ കാർഡ് ലഭിക്കാത്തവർക്ക്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്കോർ കാർഡ് ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് കോട്ട വേക്കൻസീസ്, ഓരോ ജില്ലയിലും എത്ര സീറ്റുകളാണ് സ്പോർട്സ് കോട്ടയിൽ ബാലൻസ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളും അവിടെ വേക്കൻസി ഉള്ള ലിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ജില്ലയും, ഇപ്പോൾ കോഴിക്കോട് ജില്ലയാണെങ്കിൽ ഓരോ സ്കൂളിലും എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ hscap.kerala.gov.in എന്ന സൈറ്റിലൂടെ. അപ്പോൾ ആ ഒരു വേക്കൻസി ഒക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷ പുതുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടല്ലോ 1, 2, 3 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് കരുതി ആരും ഇരിക്കരുത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷാണ്, ഓക്കെ, ഒരു പുതിയ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തവരും ചെയ്യാത്തവരും സീറ്റ് കിട്ടണമെങ്കിൽ +1 അടുത്ത അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അപേക്ഷ പുതുക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനാണ്, സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുവാനുള്ള. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഒരു പുതിയ ലിങ്ക് കൂടി വരും. അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കൂടി വരും. ഓക്കെ, ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുക. ഓക്കെ, അത് ഇന്ന് 4 മണിക്കേ വരുള്ളൂ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. മുഖ്യഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 1 അലോട്ട്മെൻറ്റും ഉൾപ്പെട്ടതാണ് സ്പോർട്സ് കോട്ട പ്രവേശനം. അപ്പോൾ മുഖ്യഘട്ടത്തിൽ നമുക്ക് സ്പോർട്സ് കോട്ടയ്ക്ക് 2 അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആകെ ഒരൊറ്റ അലോട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുഖ്യഘട്ടത്തിൽ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ കഴിയാത്തവർക്ക് 2024 ജൂൺ 21 മുതൽ ജൂൺ 25 വൈകിട്ട് 5 മണി വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നേടാവുന്നതാണ്. പിന്നെ മുഖ്യഘട്ടത്തിൽ സ്കോർ കാർഡ് നേടിയ ശേഷം സ്പോർട്സ് കോട്ട പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പുതിയതായി സ്കോർ കാർഡ് നേടുന്നവർക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് വേക്കൻസിക്ക് അനുസൃതമായി പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ പുതുക്കുവാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂവൽ അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ലഭ്യമാകുന്നതാണ്. പുതിയതായി അപേക്ഷ സമർപ്പിക്കേണ്ടവർ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് രൂപീകരിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ അലോട്ട്മെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സൈറ്റിൽ വരുന്ന ആ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയാണ് നമ്മുടെ എന്താ പറയുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാത്ത അല്ലെങ്കിൽ സ്കോർ കാർഡ് ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ 4 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽ രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതിനിവിടെ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് PDF പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ഹാജരാക്കണം. അപ്പോൾ അത് ചില സ്പോർട്സ് കൗൺസിലൊക്കെ മെയിൽ വഴി അയച്ചു കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ കിട്ടും. ഓരോ ജില്ലയിലെയും സ്പോർട്സ് കൗൺസിലിലെ നമ്പർ കിട്ടും. ആ നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നേരിട്ട് ഹാജരാക്കണതോ മെയിൽ അയക്കണോ എന്നുള്ള രീതിയിൽ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്കോർ കാർഡ് നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിന് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കാർഡ് അവർ ഒന്നുകിൽ മെയിൽ അയച്ചു തരും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ നേരിട്ട് വാങ്ങേണ്ടി വരും. ആ കാര്യം ലഭിച്ചതിന് ശേഷം
മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ വരുന്ന ആ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സ്പോർട്സ് കോട്ടയിൽ ഓൾറെഡി അപേക്ഷിച്ചവരാണെങ്കിൽ അവർക്ക് റിന്യൂവൽ എന്നുള്ള ഒരു ലിങ്ക് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക, ആ ഒരു ഡേറ്റും കാര്യങ്ങളും. ഓക്കെ, എത്രാം തീയതിക്കകം നിങ്ങൾ ചെയ്യണമെന്നുള്ള ഡേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 21/6/2024 മുതൽ 25/6/2024 വരെയാണ് മികവ് രജിസ്ട്രേഷൻ, അതായത് സ്കോർ കാർഡ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത്. അടുത്തത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി 22, അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ ലിങ്ക് അവൈലബിൾ ആവുക. ഓക്കെ, അടുത്തത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 26-ാം തീയതിയാണ്. 26-ാം തീയതിക്കകം നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവണം. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതി തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരും. ആകെ ഒരൊറ്റ അലോട്ട്മെൻറ്റേ ഉള്ളൂ, ഇനി അലോട്ട്മെൻറ്റുകളൊന്നും ഇല്ല സ്പോർട്സ് കോട്ടയിൽ. ഇനി സ്പോർട്സ് കോട്ട അവസാന പ്രവേശന തീയതി ജൂലൈ 1-ാം തീയതിയാണ്. 1-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാവുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാനുള്ളത്. അത് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.